ഹൗസിംഗ് കോർപ്പറേഷൻ ബജറ്റ് ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷ തർക്കം. UDF പാർലമെന്ററി പാർട്ടി നേതാവ് അരിസ്റ്റോട്ടിൽ ഡെപ്യൂട്ടി മേയർക്കെതിരെ നടത്തിയ പരാമർശത്തിലായിരുന്നു പ്രതിഷേധം. ഫിനാൻസ് കമ്മിറ്റിക്ക് ഡെപ്യൂട്ടി മേയർ പങ്കെടുക്കാതിരുന്നത് ചാള വെട്ടാൻ പോയതിനാലായിരുന്നോ എന്നതായിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാവിന്റെ ചോദ്യം. അതേസമയം വിവാദ പരാമർശം രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ മേയർ M. അനിൽകുമാർ നിർദ്ദേശിച്ചു. ഫിനാൻസ് കമ്മിറ്റിയിൽ നിന്നും വിട്ടുനിന്നത് വ്യക്തിപരമായ കാരണങ്ങളാലാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി മേയർ നൽകിയ വിശദീകരണം. വ്യക്തിപരമെന്ന് ഡെപ്യൂട്ടി മേയർ പറയുന്ന കാര്യം വീട്ടിൽ ചാളവെട്ടാൻ പോയതാണോ എന്ന് ബഡ്ജറ്റ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ പാർട്ടി നേതാവ് MG അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. ഡെപ്യൂട്ടി മേയർ വ്യക്തിപരമായ ഭരണപക്ഷാംഗങ്ങൾ അരിസ്റ്റോട്ടിലിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അരിസ്റ്റോട്ടിലിന് പിന്തുണയുമായി UDF അംഗങ്ങൾ രംഗത്തെത്തിയതോടെ കൗൺസിൽ പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ കക്ഷി നേതാവിന്റെ പരാമർശം പശ്ചിമ കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുന്നതാണെന്നും ഭരണപക്ഷം ആരോപിച്ചു. പരാമർശം പിൻവലിക്കണമെന്ന് ഭരണപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ പരാമർശത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നായിരുന്നു MG അരിസ്റ്റോട്ടിലിന്റെ നിലപാട്. വിഷയത്തിൽ ഇടപെട്ട മേയർ M. അനിൽകുമാർ പരാമർശം രേഖകളിൽ നിന്നും നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. യോഗത്തിൽ ഡെപ്യൂട്ടി മേയർ KA അൻസിയ പങ്കെടുക്കാതിരുന്നതിനാൽ ബഡ്ജറ്റിന് ഫൈനാൻസ് കമ്മിറ്റി അംഗീകാരം ലഭിച്ചിരുന്നില്ല. തുടർന്ന് മുനിസിപ്പാലിറ്റി നിയമത്തിലെ 290 വകുപ്പ് പ്രകാരം കോർപ്പറേഷൻ സെക്രട്ടറി ബഡ്ജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി മേയർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണം CPI CPM പോരാണെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. ജനം, കൊച്ചി.